അനാവശ്യമായിട്ട് ധാരാളം മരുന്നുകൾ കഴിക്കുന്നത്, പ്രഷറിനെ, ഷുഗറിനെ, കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഗുളികൾ ധാരാളം ഹെവി ഡോസ് ഇങ്ങനെ കഴിക്കുന്നത് നിങ്ങളുടെ ലിവറിനും കിഡ്നിക്കും ഒന്നും നല്ലതല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താ പറയുക, പച്ചക്കറികളിലെ കാലക്സ്, ഫുരഡാൻ, തിമ്മറ്റ്, ഇപ്പോൾ പെരിയാറിലെ വെള്ളം എത്രത്തോളം ഫാക്ടറി മാലിന്യങ്ങൾ വേസ്റ്റ് ഉണ്ട്, ഇടയ്ക്കെല്ലാം മീനെല്ലാം ചത്തുപോകും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ വലിക്കുന്ന വായുവിൽ എത്ര കാർബൺ മോണോക്സൈഡ്, എന്തെല്ലാം വിഷാംശങ്ങളല്ല. സോ കുടികളെല്ലാം നമ്മൾ കഴിക്കുന്ന മീനിൻ്റെ അകത്ത് ഫോർമാലിൻ ഉണ്ട്, നമ്മൾ ധാരാളം കേട്ടു. സോ ഇതെല്ലാം വിഷങ്ങളാണ് ചെല്ലുന്നത്. പക്ഷെ ഇത് എത്രത്തോളം കുറക്കാൻ പറ്റും നമ്മൾ ശ്രമിക്കണം. സോ നമ്മൾ കഴിക്കുന്ന ഈ കെമിക്കൽ ഗുളികകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഡോസ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ നമുക്ക് അത്ര നല്ലതല്ലേ. സോ ഈ ഡോസ് കുറക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഇപ്പോൾ പ്രമേഹത്തിൻ്റെ ഗുളിക, നിങ്ങൾ ഗുളിക കഴിക്കുമ്പോൾ പാൻക്രിയാസ് ഇൻസുലിൻ ചാടുന്നു, ഇൻസുലിൻ കുത്തിവെക്കുന്നു. ഈ ഇൻസുലിൻ്റെ ആക്ഷൻ ഗ്ലൂക്കോസിനെ മസിലിൻ്റെ അകത്തേക്ക് കടത്തിവിടലാണ്. പക്ഷെ മസിലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല എങ്കിൽ ഈ ഇൻസുലിനോ ഗുളികയൊക്കെ ആക്ഷൻ കിട്ടും. സോ മസിലിൻ്റെ അകത്ത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഗ്ലൂക്കോസ് എനർജി ആക്കാനുള്ള വ്യായാമം എല്ലാ മസിലുകൾക്കും കൊണ്ട് പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ മസിലും സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസവും കഴിയുന്തോറും നമുക്ക് ഈ മരുന്നുകളുടെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതേപോലെയാണ് ബാക്കിയുള്ള മരുന്നുകളുടെ എല്ലാം ആക്ഷൻ. കാരണം നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം കൂടുമ്പോൾ ഓരോ അവയവത്തിലേക്ക് രക്തോട്ടം കൂടുന്നതനുസരിച്ച് ആ അവയവത്തിലേക്ക് എത്തേണ്ട മരുന്നുകൾ നന്നായിട്ട് ഒഴുകിയെത്തും ഓർക്കുക. സോ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് കാർഡിയക് എക്സസൈസ്, എറോബിക് എക്സസൈസ് എല്ലാം ചെയ്ത് നല്ല രക്തോട്ടം നിലനിർത്തിക്കൊണ്ട് ചിട്ടയായി ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് ലീഡ് ചെയ്താൽ അനാവശ്യമായ മരുന്നുകളും കുറക്കാം, ഒപ്പം ഭക്ഷണത്തിൽ അനാവശ്യ വേസ്റ്റുകളൊന്ന് കുറക്കാൻ നോക്കിയാൽ ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ജീവിക്കാൻ പറ്റും. താങ്ക് യു.